ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2025 ലോഗോസ് ക്വിസിലേക്കുള്ള പഠനത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 30 വാക്യങ്ങൾ. 2. അധ്യായം 19-ന്റെ ശീർഷകം എന്താണ്? ഉത്തരം ഗിബെയക്കാരുടെ മ്ലേച്ഛത. 3. 19:1 അനുസരിച്ച് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്ത് വന്ന് താമസിച്ചത് ആരായിരുന്നു? ഉത്തരം ഒരു ലേവ്യൻ. 4. എങ്ങനെയുള്ള കാലത്താണ് ഒരു ലേവ്യൻ എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്ത് വന്ന് താമസിച്ചത്? ഉത്തരം രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത്. 5-ാമത്തെ ചോദ്യം: എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്ത് താമസിച്ചിരുന്ന ലേവ്യൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത്? ഉത്തരം ഒരു ബെത്ലഹേംകാരിയെ. 6. അവൾ ആരോട് പിണങ്ങിയാണ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്, യൂദയായിലെ ബെത്ലഹേംകാരി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയത്? ഉത്തരം തൻ്റെ ഭർത്താവിനോട് പിണങ്ങി. 7. തൻ്റെ ഭർത്താവിനോട് പിണങ്ങിയ ബെത്ലഹേംകാരി എത്ര മാസമാണ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ താമസിച്ചത്? ഉത്തരം ഏകദേശം 4 മാസം. 8-ാമത്തെ ചോദ്യം: 19:3 പ്രകാരം ബെത്ലഹേംകാരിയുടെ ഭർത്താവ് എന്തിനു വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം തൻ്റെ ഭാര്യയെ അനുനയം പറഞ്ഞ് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി. 9. തൻ്റെ ഭാര്യയെ എന്ത് പറഞ്ഞ് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അവളുടെ ഭർത്താവ് ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം അനുനയം പറഞ്ഞ് തിരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി. 10. ഭാര്യയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി പോയ ലേവ്യൻ ആരെയാണ് കൂടെ കൊണ്ടുപോയത്? ഉത്തരം ഒരു വേലക്കാരനെ. 11. ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ പോയ ലേവ്യൻ ഏത് മൃഗത്തെയാണ് കൂടെ കൊണ്ടുപോയത്? ഉത്തരം കഴുതയെ. 12. എത്ര കഴുതകളെയാണ് ലേവ്യൻ കൂടെ കൊണ്ടുപോയത്? ഉത്തരം 2 കഴുതകളെ. 13-ാമത്തെ ചോദ്യം: യുവതിയുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയ ലേവ്യനെ അവളുടെ പിതാവ് എപ്രകാരമാണ് സ്വീകരിച്ചത്? ഉത്തരം സന്തോഷത്തോടെ സ്വീകരിച്ചു. 14. യുവതിയുടെ പിതാവിൻ്റെ ഭവനത്തിൽ താമസിക്കുന്നതിനായി അവനെ നിർബന്ധിച്ചത് ആരാണ്? ഉത്തരം അവൻ്റെ അമ്മായിയപ്പൻ. 15. അവൻ അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ താമസിച്ചത് എത്ര ദിവസമാണ്? ഉത്തരം 3 ദിവസം. 16. 4-ാം ദിവസം എപ്പോഴാണ് അവർ എഴുന്നേറ്റ് യാത്രയ്ക്ക് ഒരുങ്ങിയത്? ഉത്തരം പ്രഭാതത്തിൽ. 17. 4-ാം ദിവസം പ്രഭാതത്തിൽ യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ യുവതിയുടെ പിതാവ് അവരോട് എന്താണ് പറഞ്ഞത്? ഉത്തരം അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്ത് പോകാം എന്ന്. 18. രാത്രി ഇവിടെ കഴിക്കുക, നിന്റെ ഹൃദയം ഡാഷ് ആകട്ടെ. 19:6 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം സന്തുഷ്ടമാകട്ടെ. രാത്രി ഇവിടെ കഴിക്കുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ എന്ന്. 19. 19:7 പ്രകാരം അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും വീണ്ടും
അവിടെ തന്നെ താമസിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട്. 20. 5-ാം ദിവസം അവൻ പോകാൻ തയ്യാറായത് എപ്പോഴാണ്? ഉത്തരം അതിരാവിലെ. 21. 5-ാം ദിവസം പോകാൻ തയ്യാറായപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ അവനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നതുവരെ താമസിക്കുക എന്ന്. 22. അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകാൻ തയ്യാറായത് ആരെല്ലാമാണ്? ഉത്തരം ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും. 23. 19:9 പ്രകാരം അവർ പോകാൻ തയ്യാറായപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ എന്താണ് പറഞ്ഞത്? ഉത്തരം ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക, നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്ന്. 24. 19:9 അനുസരിച്ച് എപ്പോൾ വീട്ടിലേക്ക് പോകാമെന്നാണ് അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞത്? ഉത്തരം അതിരാവിലെ. 25. എന്നാൽ ആ രാത്രി അവിടെ ഡാഷ് അവൻ തയ്യാറായില്ല. 19:10 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം പാർക്കാൻ. എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. 26. ആ രാത്രി അവിടെ നിന്നും പുറപ്പെട്ട യുവാവും കൂട്ടരും എവിടെയാണ് എത്തിയത്? ഉത്തരം ജബൂസ്, ജെറുസലേമിന് എതിർഭാഗത്ത്. ജബൂസ് എന്ന് പറഞ്ഞാൽ ജെറുസലേം തന്നെയാണ്, ജെറുസലേമിന് എതിർഭാഗത്ത്. 27. ജെറുസലേമിലെത്തിയ ലേവ്യൻ്റെ കൂടെ ആരെല്ലാമാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഉപനാരിയും ജീനിയിട്ട 2 കഴുതകളും. 28. അവർ എവിടെ എത്തിയപ്പോഴാണ് നേരം വളരെ വൈകിയിരുന്നത്? ഉത്തരം ജബൂസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ. ജബൂസ് എന്ന് പറഞ്ഞാൽ ജെറുസലേമാണ്. ജെറുസലേമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. 29. നമുക്ക് രാത്രി എവിടെ ചെലവഴിക്കാമെന്നാണ് ഭൃത്യൻ യജമാനനോട് പറഞ്ഞത്? ഉത്തരം ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ ചിലവഴിക്കാം എന്ന്. 30. നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. 19:11 അനുസരിച്ച് ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം ഭൃത്യൻ യജമാനനോട് പറഞ്ഞത്. 31. ആരുടേതല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത് എന്നാണ് യജമാനൻ പറഞ്ഞത്. ഉത്തരം ഇസ്രായേല്യരുടേതല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത്. 32. നമുക്ക് എവിടേക്ക് പോകാമെന്നാണ് യജമാനൻ പറഞ്ഞത്? ഉത്തരം ഗിബെയായിലേക്ക് പോകാം എന്ന്. 33. നമുക്ക് എവിടെ രാത്രി കഴിക്കാമെന്നാണ് യജമാനൻ പറഞ്ഞത്? ഉത്തരം ഗിബെയായിലോ റാമായിലോ രാത്രി കഴിക്കാം എന്ന്. 34. യാത്ര തുടർന്ന അവർ എവിടെ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബെയായിൽ എത്തിയപ്പോൾ. 35. ഗിബെയ ഏത് ഗോത്രക്കാരുടെ പട്ടണമാണ്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണം. 36. ലേവ്യനും കൂട്ടരും രാത്രി ചെലവഴിക്കാൻ ചെന്നത് എവിടെയാണ്? ഉത്തരം ഗിബെയായിൽ.
37 ഗിബയായിൽ എവിടെയാണ് അവർ ഇരുന്നത്? ഉത്തരം തുറസ്സായ സ്ഥലത്ത്. 38 എന്തുകൊണ്ടാണ് ഗിബയായിൽ അവർ തുറസ്സായ സ്ഥലത്ത് ഇരുന്നത്? ഉത്തരം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിനായിട്ട് അവരെ സ്വാഗതം ചെയ്യാതിരുന്നത് കൊണ്ട്. രാത്രി കഴിക്കുവാൻ ഒരു മനുഷ്യരും അവരെ സ്വാഗതം ചെയ്യാതിരുന്നത് കൊണ്ടാണ് അവർ തുറസ്സായ സ്ഥലത്ത് ഇരുന്നത്. 39 19 16 പ്രകാരം വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്നത് ആരാണ്? ഉത്തരം ഒരു വൃദ്ധൻ. 40 വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്ന ആ വൃദ്ധൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ. 41 വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്ന ആ വൃദ്ധൻ എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം ഗിബയായിൽ. 42 ഗിബയായിലെ സ്ഥലവാസികൾ ഏത് ഗോത്രക്കാരായിരുന്നു? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ. 43 വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്ന വൃദ്ധൻ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടപ്പോൾ അവനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു? 44 ഞങ്ങൾ എവിടെ പോവുകയാണെന്നാണ് വഴിയാത്രക്കാരൻ വൃദ്ധനോട് പറഞ്ഞത്? ഉത്തരം യൂദായിൽ ബെത്ലഹേമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോകുന്നു എന്ന്. 45 ആരും എനിക്ക് എന്ത് തരുന്നില്ല എന്നാണ് വഴിയാത്രക്കാരനായ മനുഷ്യൻ വൃദ്ധനോട് പറഞ്ഞത്? ഉത്തരം ആരും എനിക്ക് അഭയം തരുന്നില്ല എന്ന്. 46 കഴുതകൾക്ക് വേണ്ട എന്ത് എൻ്റെ കൈവശമുണ്ടെന്നാണ് വഴിയാത്രക്കാരൻ പറഞ്ഞത്? ഉത്തരം പുല്ലും വൈക്കോലും. 47 ഈ ദാസനും ദാസിക്കും ചെറുപ്പക്കാരനും വേണ്ട എന്ത് ഞങ്ങളുടെ കൈവശമുണ്ടെന്നാണ് വഴിയാത്രക്കാരൻ പറഞ്ഞത്? ഉത്തരം അപ്പവും വീഞ്ഞും. 48 സമാധാനമായിരിക്കുക, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. വഴിയാത്രക്കാരനോട് ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം വയലിലെ വേല കഴിഞ്ഞു വന്ന വൃദ്ധൻ. 49 എവിടെ രാത്രി കഴിക്കരുതെന്നാണ് വൃദ്ധൻ വഴിയാത്രക്കാരനോട് പറഞ്ഞത്? ഉത്തരം ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത് എന്ന്. 50 വൃദ്ധൻ വഴിയാത്രക്കാരായ അവരെ എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം തൻ്റെ വീട്ടിലേക്ക്. 51 തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ വഴിയാത്രക്കാർക്ക് ആ വൃദ്ധൻ എന്താണ് കൊടുത്തത്? ഉത്തരം ഭക്ഷണപാനീയങ്ങൾ. 52 വഴിയാത്രക്കാരുടെ കഴുതകൾക്ക് ആ വൃദ്ധൻ എന്താണ് കൊടുത്തത്? കഴുതകൾക്ക് അയാൾ തീറ്റി കൊടുത്തു. 53 ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് അവർ സന്തുഷ്ടരായിരിക്കുമ്പോൾ ആരാണ് വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചത്? ഉത്തരം നഗരത്തിലെ ചില ആഭാസന്മാർ. 54 വീട്ടുടമസ്ഥനായ വൃദ്ധനോട് വാതിലിൽ ഇടിച്ച ആ ആഭാസന്മാർ എന്താണ് പറഞ്ഞത്? ഉത്തരം നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന മനുഷ്യനെ പുറത്ത് കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ എന്ന്. 55 സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നാണ് വീട്ടുടമസ്ഥൻ ആഭാസന്മാരോട് പറഞ്ഞത്? ഉത്തരം നിങ്ങൾ തിന്മ ചെയ്യരുത് എന്ന്.
56 ഈ മനുഷ്യൻ ആരാണല്ലോ വീട്ടുടമസ്ഥൻ ആരാണല്ലോ എന്നാണ് വീട്ടുടമസ്ഥൻ ആഭാസന്മാരോട് പറഞ്ഞത്. ഉത്തരം ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ എന്ന്. 57 ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ, ഈ ഡാഷ് നിങ്ങൾ ചെയ്യരുത്. 19, 23 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം മ്ലേച്ഛ പ്രവൃത്തി. ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ, ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എന്ന്. 58 ഞാൻ ആരെ നിങ്ങൾക്ക് വിട്ടുതരാമെന്നാണ് വീട്ടുടമസ്ഥൻ ആ ആഭാസന്മാരോട് പറഞ്ഞത്. ഉത്തരം എൻ്റെ കന്യകയായ പുത്രിയെയും ഈ മനുഷ്യൻ്റെ ഉപനാരിയെയും നിങ്ങൾക്ക് വിട്ടുതരാം എന്ന്. 59 നിങ്ങൾ അവരോട് എങ്ങനെ പ്രവർത്തിച്ചു കൊള്ളുക എന്നാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞത്. ഉത്തരം ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക എന്ന്. 60 ഈ മനുഷ്യനോട് എന്ത് കാണിക്കരുതെന്നാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞത്. ഉത്തരം നികൃഷ്ടത കാണിക്കരുത് എന്ന്. 61, 19, 25 പ്രകാരം ആരുടെ വാക്കുകളാണ് ആ ആഭാസന്മാർ കേൾക്കാതിരുന്നത്? ഉത്തരം വൃദ്ധൻ്റെ വാക്കുകൾ. 62 ലേവ്യൻ ആരെയാണ് ആ ആഭാസന്മാർക്ക് വിട്ടുകൊടുത്തത്? തൻ്റെ ഉപനാരിയെ. 63 ലേവ്യൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചത് ആരാണ്? ഉത്തരം ആഭാസന്മാർ. 64 ആ ആഭാസന്മാർ ലേവ്യൻ്റെ ഭാര്യയെ വിട്ടയച്ചത് എപ്പോഴാണ്? ഉത്തരം പ്രഭാതമായപ്പോൾ. 65 ലേവ്യൻ്റെ ഭാര്യ എവിടെയാണ് തളർന്നു വീണത്? ഉത്തരം തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ. 66 തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണത് ആരാണ്? ഉത്തരം ലേവ്യൻ്റെ ഭാര്യ. 67 എപ്പോൾ വരെയാണ് ലേവ്യൻ്റെ ഭാര്യ വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണ് കിടന്നത്? ഉത്തരം വെളിച്ചം പരക്കുന്നതുവരെ. 68 യാത്ര തുടരുന്നതിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ ലേവ്യൻ എന്താണ് കണ്ടത്? ഉത്തരം ഉപനാരി കൈകൾ പടിവാതിൽക്കൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നതാണ് കണ്ടത്. ഉപനാരി കൈകൾ പടിമേൽ വച്ച് വാതിൽക്കൽ കിടക്കുന്നതാണ് ലേവ്യൻ കണ്ടത്. 69 ഉപനാരി കൈകൾ എവിടെ വച്ച് വാതിൽക്കൽ കിടക്കുന്നതാണ് ലേവ്യൻ കണ്ടത്? ഉത്തരം പടിമേൽ വച്ച്. 70 ലേവ്യൻ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അവളുടെ മറുപടി എന്തായിരുന്നു? ഉത്തരം ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. 71 ലേവ്യൻ അവളെ എടുത്ത് എവിടെ വച്ചാണ് സ്വന്തം വീട്ടിലേക്ക് പോയത്? ഉത്തരം കഴുതപ്പുറത്ത് വച്ച്. 72 ലേവ്യൻ ഭാര്യയെ എടുത്ത് കഴുതപ്പുറത്ത് വച്ച് എവിടേക്കാണ് പോയത്? ഉത്തരം സ്വന്തം വീട്ടിലേക്ക്. 73 വീട്ടിൽ എത്തിയപ്പോൾ എന്താണ് ചെയ്തത്? ഉത്തരം അവൻ ഒരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ച് 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു. 74
ലേവ്യൻ തൻ്റെ ഉപനാരിയുടെ അവയവങ്ങൾ എത്ര കഷ്ണങ്ങളായിട്ടാണ് ഛേദിച്ചത്? ഉത്തരം 12 കഷ്ണങ്ങളായിട്ട്. 75. ഉപനാരിയുടെ ഛേദിച്ച അവയവങ്ങൾ ലേവ്യൻ എവിടേക്കാണ് കൊടുത്തയച്ചത്? ഉത്തരം ഇസ്രായേലിൽ എല്ലായിടത്തേക്കും. 76. ഛേദിച്ച അവയവങ്ങൾ കണ്ട ഇസ്രായേല്യർ പറഞ്ഞതെന്ത്? ഉത്തരം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്ന്. 77. ഇസ്രായേൽ എവിടെ നിന്നും വന്നതിന് ശേഷം ഇപ്രകാരം ഒന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്? ഉത്തരം ഈജിപ്തിൽ നിന്നും വന്നതിന് ശേഷം. 78. ഛേദിച്ച അവയവങ്ങൾ കണ്ട ഇസ്രായേൽക്കാർ എന്ത് ചെയ്യുവാനാണ് പറഞ്ഞത്? ഉത്തരം ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ എന്ന്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ 19-ാം അധ്യായത്തിൽ നിന്നും എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം പഠിക്കാം. കുറേ സമയമുണ്ട് ഇനി എന്ന് വെച്ച് വായിക്കാതിരിക്കരുത്. സമയം ഉണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. കുറച്ച് ഇതാണെങ്കിലും ദിവസവും വായിക്കുക. അപ്പോൾ നല്ലോണം ഉത്തരങ്ങളൊക്കെ എഴുതാൻ പറ്റും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.